into കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ എന്താണ് എന്നാണ് പഠിച്ചത്. ഇന്ന് ബാക്കിയുള്ള മോഡൽസിനെ കുറിച്ച് നോക്കാം. ആദ്യം പ്രോട്ടോടൈപ്പിംഗ് എന്നൊരു മോഡലുണ്ട്, അതിനെക്കുറിച്ച് നോക്കാം. വാട്ട് ഈസ് എ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ? അപ്പോൾ അതിന് ചെയ്യുന്നത് വാട്ടർഫോൾ മോഡലിൽ കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റേജുകളിൽ തന്നെ റിക്വയർമെൻറ്റ്സ് തീരുമാനിക്കുന്നു, എന്നാൽ പിന്നീട് ഈ റിക്വയർമെൻറ്റ്സിനെ മാറ്റാൻ കഴിയാത്തൊരവസ്ഥ. അതാണ് വാട്ടർഫോൾ മോഡലിൻ്റെ ഒരു പോരായ്മ. അപ്പോൾ അതിനുവേണ്ടി പ്രോട്ടോടൈപ്പിംഗ് മോഡലിനകത്ത് ചെയ്യുന്നത്, അവർ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നു. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ തന്നെ ചെറിയൊരു രൂപമാണ്. ചില സോഫ്റ്റ്വെയറുകളിൽ നമുക്ക് റിക്വയർമെൻറ്റ്സ് ആദ്യമേ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് തിരിച്ചറിയാനായി ഒരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നു, സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്. അതിൽ തീർച്ചയായും ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ് എല്ലാ ഫേസസും അതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫേസസും ചെയ്തുകൊണ്ട് ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നു. ഈ പ്രോട്ടോടൈപ്പിൽ ക്ലയൻറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലയൻറ്റ് അത് പ്രവർത്തിപ്പിച്ച് നോക്കുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് നേരത്തെ തന്നെ മനസ്സിലാകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായി കഴിയുന്നു. എങ്ങനെയാണ് ഒരു പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആദ്യം തന്നെ ഒരു റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ, കസ്റ്റമർ നീഡ്സ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. നമുക്കറിയാവുന്ന കസ്റ്റമർ നീഡ്സ് വെച്ചുകൊണ്ട് നമ്മളൊരു റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നു. അതിനുശേഷം പ്രോട്ടോടൈപ്പിംഗ് നമ്മൾ ഉണ്ടാക്കി അത് ക്ലയൻറ്റിന് കൈമാറുന്നു. ക്ലയൻറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവർ അതെല്ലാം ആ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിച്ച് നോക്കുന്നു. അതിനുശേഷം അവർക്ക് ആ സോഫ്റ്റ്വെയർ പ്രവർത്തിച്ചപ്പോഴുണ്ടായ ആ എക്സ്പീരിയൻസ് അവർ അത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ഡെവലപ്പിംഗ് ടീമിന് കൈമാറുന്നു. അപ്പോൾ അവരുടെ ഫീഡ്ബാക്കാണ് അവിടെ പിന്നീടുള്ള സോഫ്റ്റ്വെയറിന് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫീഡ്ബാക്കിനകത്ത് അവർ പറയുന്നു, ഈ പ്രോട്ടോടൈപ്പ് ഉപയോഗിച്ചപ്പോൾ ഈ ഒരു കസ്റ്റമർ നീഡ് കൃത്യമായി ഉണ്ടായിരുന്നു, എന്തൊക്കെ ഇല്ലായിരുന്നു, അതുപോലെ എന്തൊക്കെ മാറ്റേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഫീഡ്ബാക്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫീഡ്ബാക്കാണ് പിന്നീട് വരുന്ന സോഫ്റ്റ്വെയർ മോഡൽ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ഉപയോഗിക്കുമ്പോൾ ക്ലയൻസിന് മനസ്സിലാകുന്നു എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ അവർക്ക് മനസ്സിലാകുന്നു. മറിച്ച് വാട്ടർഫോൾ മോഡലാണെങ്കിൽ ഡിസൈൻ, സിസ്റ്റം, കോഡിംഗ്, ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമാണ് ക്ലയൻറ്റിന് ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കാൻ അവസരം കിട്ടുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആദ്യം തന്നെ ഒരു പ്രോട്ടോടൈപ്പിലൂടെ തന്നെ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു. അതൊരു ഫീഡ്ബാക്കായി കൊടുക്കുന്നതുകൊണ്ട് പിന്നീടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് അത് കൂടുതൽ ഉപകാരപ്രദം ആകുന്നു. ഇനി ഒരിക്കൽ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അതിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാലും ചിലപ്പോൾ അത് തീരണമെന്നില്ല. അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം ഒന്ന്, പിന്നെ അത് പ്രോട്ടോടൈപ്പ് അതിനെ വിലയിരുത്തുന്നു, വീണ്ടും അത് ചെയ്യുന്നു. അങ്ങനെ ആ ഫീഡ്ബാക്കിൽ നിന്നാണ് പിന്നീടുള്ള സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പ്രോട്ടോടൈപ്പിനെ കുറിച്ച്, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഡോക്യുമെൻ്റ് അല്ലാതെ പിന്നീട് ഡിസൈൻ സമയത്ത് ഡോക്യുമെൻ്റോ അല്ലെങ്കിൽ ടെസ്റ്റിനും സമയത്ത് പ്രത്യേകിച്ച് ഡോക്യുമെൻ്റോ പ്ലാനോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കലാണ് അവിടെ ലക്ഷ്യം. പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ധാരണ എന്ന് വെച്ചാൽ ഇത് കോസ്റ്റ് കൂട്ടാൻ സാധ്യത ഉണ്ട് എന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ കുറേ പ്രാവശ്യം ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും കോസ്റ്റ് കൂടണം. എന്നാൽ യഥാർത്ഥത്തിൽ ചിലപ്പോൾ പ്രോട്ടോടൈപ്പിംഗ് ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കോസ്റ്റൊന്നും കൂടാറില്ല. അതിന് പ്രധാന കാരണം നമുക്ക് ആദ്യം ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കസ്റ്റമർ നീഡ്സിനെ കുറിച്ചും സോഫ്റ്റ്വെയറിനെ കുറിച്ചും വ്യക്തമായൊരു ധാരണ സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ നേരത്തെ വാട്ടർഫോൾ മോഡൽ ഉണ്ടായ അത്രയും ജോലി അവിടെ വേണ്ടി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വീണ്ടും അത് ഉണ്ടാക്കുമ്പോൾ പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം അത് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അത് തീർക്കാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാര്യമായ കോസ്റ്റിന് പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കുമ്പോൾ കോസ്റ്റ് കൂടാറില്ല, ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മറ്റൊരു കാര്യം, നമ്മൾ വാട്ടർഫോൾ മോഡൽ ഉണ്ടാക്കുമ്പോൾ റിക്വയർമെൻറ്റ്സ് ആദ്യ സ്റ്റേജിൽ തന്നെ ഫ്രോസ് ചെയ്തു പോകുന്ന ഒരവസ്ഥ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ മോഡൽ കൊണ്ട് കഴിയും. ക്ലയൻസിനും യൂസേഴ്സിനും നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ കിട്ടുന്നുണ്ട് പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ഒരു പ്രാവശ്യം നമ്മൾ പ്രോട്ടോടൈപ്പ് ഉണ്ടായി കഴിയുമ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ആക്ച്വൽ റിക്വയർമെൻറ്റ്സ് എന്നാണ്, കസ്റ്റമർ നീഡ് എന്താണ്, അത് വ്യക്തമായി തീരുമാനിക്കാൻ പ്രോട്ടോടൈപ്പിംഗ് കാരണം കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് സോഫ്റ്റ്വെയർ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റിക്വയർമെൻറ്റ്സ് ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ടി വരുന്നില്ല. ഇപ്പോൾ റിക്വയർമെൻറ്റ്സ് ഒരിക്കലും ചെയ്യേണ്ടി വരാത്തത് കൊണ്ട് കോസ്റ്റ് അതുമായി ചേഞ്ചുമായി വരുന്ന കോസ്റ്റുകൾ പിന്നീട് വേണ്ടി വരുന്നില്ല. നമുക്കറിയാം, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും റിക്വയർമെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആ റിക്വയർമെൻറ്റ്സിൻ്റെ ചേഞ്ച് ചെയ്യാൻ പിന്നെ ഡിസൈൻ, ടെസ്റ്റിംഗ്, കോഡിംഗ് ടെസ്റ്റിംഗ്, അങ്ങനെ എല്ലാ സ്റ്റേജും വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിക്വയർമെൻറ്റ്സ് വളരെ സ്റ്റേബിളായി നിർത്താൻ കഴിഞ്ഞാൽ, റിക്വയർമെൻറ്റ്സ് ചേഞ്ച് വേണ്ട എന്നുള്ളൊരവസ്ഥ വന്നാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു മെയിൻ പ്രോട്ടോടൈപ്പിംഗ് ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് രണ്ടാമത്തെ സമയത്ത് ഫിക്സ് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഒഴിവാക്കാം, അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറയ്ക്കാം. പ്രോട്ടോടൈപ്പിംഗ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് റിക്വയർമെൻറ്റ്സ്. ചില സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് കൃത്യമായിട്ട് ആദ്യ സ്റ്റേജുകളിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്ട്സിന് ഒരിക്കലും വാട്ടർഫോൾ മോഡൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രൊജക്ട്സിന് പ്രോട്ടോടൈപ്പിംഗ് വളരെ യൂസ്ഫുൾ ആണ്. കാരണം റിക്വയർമെൻറ്റ്സ് ഒരിക്കൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിന് ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് വാട്ടർഫോൾ മോഡൽ അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള സിസ്റ്റംസിന്, റിക്വയർമെൻറ്റ്സ് ക്ലിയർ അല്ലാത്ത സിസ്റ്റംസിന് പ്രോട്ടോടൈപ്പിംഗ് ആണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ റിക്വയർമെൻറ്റ്സ് ചേഞ്ചസും അതുപോലെ റീവർക്ക് വേണ്ടി വരുന്ന സിസ്റ്റംസിനാണ് പ്രോട്ടോടൈപ്പിംഗ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് കൂടി അവിടെ ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. ചില പ്രൊജക്റ്റുകളിൽ നമ്മൾ റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതലെടുത്തുകൊണ്ട് നമ്മൾ റിക്വയർമെൻറ്റ്സ് വെച്ച് പിന്നെ ഡിസൈൻ കോഡിംഗ് എല്ലാം ചെയ്താൽ ഒരുപക്ഷെ പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ഇങ്ങനെയുള്ള മോഡൽസിനാണ് പ്രോട്ടോടൈപ്പിംഗ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അടുത്ത മോഡൽ ഇറ്ററേറ്റീവ് മോഡലാണ്. ചിത്രത്തിൽ അതിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. കുറേ ഐറ്ററേഷൻസ് ആയിട്ടാണ് ഐറ്ററേറ്റീവ് മോഡൽ പ്രവർത്തിക്കുന്നത്. ഓരോ ഐറ്ററേറ്റീവ് മോഡലും സിസ്റ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വർക്ക് ആയിരിക്കും ചെയ്യുന്നത്. ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പർട്ടിക്കുലർ മോഡൽ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പിൽ തന്നെ അതിൻ്റെ ഡിസൈൻ, ഇംപ്ലിമെൻ്റ്, അനാലിസിസ് ഉണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ഫങ്ഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സമയത്തും ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഒരു സാമ്പിൾ അല്ല, ഒരു പ്രൊജക്റ്റ് കൺട്രോൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രൊജക്റ്റ് കൺട്രോൾ ലിസ്റ്റിൽ സോഫ്റ്റ്വെയറിൽ ചെയ്യേണ്ട എല്ലാ ടാസ്ക് അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസിനെയും അവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, എല്ലാ ഫങ്ഷൻസിനും ടാസ്കിനെയും ഒരു ലിസ്റ്റ് പോലെ ഉണ്ടാക്കി ആ ലിസ്റ്റിൽ നിന്നും നമ്മൾ എന്ത് പ്രോബ്ലമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യാനാണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്, ആ സോഫ്റ്റ്വെയർ ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായ ടാസ്ക് എന്താണ്, അതിനെ നമ്മൾ കൺട്രോൾ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. ആ ഒരു ടാസ്ക്, ആ ഒരു ഫങ്ഷനായിരിക്കും നമ്മൾ ആദ്യത്തെ ഡിസൈൻ, ഇംപ്ലിമെൻ്റ്, അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം അവർ ആ ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ 3 സ്റ്റെപ്പും ചെയ്തുകൊണ്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. സാധാരണ 3 ഫേസസ് ആണ്: ഡിസൈൻ ഫേസ്, ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്, അനാലിസിസ് ഫേസ്. അപ്പോൾ ഈ 3 ഫേസ് ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഒരു വെർഷൻ നമുക്കവിടെ കിട്ടുന്നു. ആദ്യത്തെ സ്റ്റെപ്പിന് ശേഷം വീണ്ടും അത് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ടാസ്കും പ്രൊജക്റ്റ് കൺട്രോൾ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രൊജക്റ്റ് കൺട്രോൾ ലിസ്റ്റിലെ എല്ലാ ടാസ്കും തീരുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റും അവിടെ വെച്ച് തീരുന്നു. ഇങ്ങനെയാണ് ഒരു ഐറ്ററേറ്റീവ് മോഡൽ പ്രവർത്തിക്കുന്നത്. സ്പൈറൽ മോഡൽ എന്നൊരു മോഡൽ നിലവിലുണ്ട്. ഐറ്ററേറ്റീവ് മോഡലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒത്തിരി മോഡൽസ് ഉണ്ട്. അതിൽ തന്നെ ഒന്നാണ് സ്പൈറൽ മോഡൽ. സ്പൈറൽ മോഡലിൽ ഒരു സൈക്കിളിൽ, അല്ലെങ്കിൽ സ്പൈറൽ മോഡലിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പ്രൊജക്റ്റിനകത്ത് നിന്ന് ഒരു ഒബ്ജക്റ്റീവ്, പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതായത് കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിനകത്തുനിന്നും ഏറ്റവും മികച്ചെന്ന് തോന്നുന്ന ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് നമ്മൾ തിരഞ്ഞെടുത്ത് ആ ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ളത് ആ പർട്ടിക്കുലർ റിക്വയർമെൻറ്റ് ചെയ്യാൻ, ഒബ്ജക്റ്റീവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ കുറേയധികം ഓൾട്ടർനേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു
മികച്ചതെന്ന് തോന്നുന്ന ഒരു ഒബ്ജക്റ്റീവ് അവിടെ തിരഞ്ഞെടുത്ത് അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അതിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ റിസ്ക്കാണ്, പ്രൊജക്റ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക്കാണ്. നമ്മളൊരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായും കുറേയധികം റിസ്ക്കും അവിടെ ഉണ്ട്. അപ്പോൾ ആ റിസ്കിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ തവണയും ഓരോ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവും അതിൻ്റെ ആൾട്ടർനേറ്റീവും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്പൈറൽ മോഡൽ മുന്നോട്ട് പോകുന്നത്. ഓരോ സ്റ്റെപ്പിലും നമുക്ക് ബെഞ്ച് മാർക്കിംഗ് ഉണ്ട്, സിമുലേഷൻ ഉണ്ട്, പ്രോട്ടോടൈപ്പിംഗ് ഉണ്ട്, ഇതെല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഐറ്ററേറ്റീവ് മോഡലിൽ ഉപയോഗിക്കുന്ന തന്നെ ഒരു പ്രത്യേക മോഡലാണ് സ്പൈറൽ മോഡൽ. സ്പൈറൽ മോഡൽ കൂടാതെ തന്നെ കുറേയധികം ഐറ്ററേറ്റീവ് മോഡൽസ് ഇന്ന് നിലവിലുണ്ട്. ഐറ്ററേറ്റീവ് മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാന സഹായം കിട്ടുന്നത് നമ്മൾക്ക് ഒരു പ്രാവശ്യം ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് അവിടെ കിട്ടുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് യൂസേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്കൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ ആ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടുന്നു, സോഫ്റ്റ്വെയറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ഇന്ന് വളരെ വേഗത്തിൽ ടെക്നോളജി ബിസിനസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്തൊക്കെ വീണ്ടും നമുക്ക് ആഡ് ഫീച്ചേഴ്സ്, എന്തെല്ലാം ഫീച്ചേഴ്സും എന്തെല്ലാം ക്യാപ്പബിലിറ്റീസും നമുക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നു, അതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ അടുത്ത വെർഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മളിതെല്ലാം ഈ പുതിയ മാറ്റങ്ങൾ എന്തെല്ലാം ആണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വെർഷൻ നമ്മൾ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പല വെർഷൻസായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഓരോ തവണയും ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാകുന്നു. അതുതന്നെയാണ് ഐറ്ററേറ്റീവ് മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മറ്റു മോഡലിൻ്റെ പേരുകൾ ഞാൻ പറയാം. ഒന്ന് എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്നൊരു അപ്രോച്ചുണ്ട്, അത് ഇതിൽ തന്നെ വരുന്ന ഒരു മോഡലാണ്. പിന്നെ അജൈൽ അപ്രോച്ചുണ്ട്, അജൈൽ ഡെവലപ്മെൻറ്റ് അപ്രോച്ചുണ്ട്, അതും ഐറ്ററേറ്റീവിൻ്റെ ഭാഗമായി വരുന്നതാണ്. പിന്നെ ഒന്നുള്ളത് റേഷണൽ യൂണിഫൈഡ് പ്രോസസ്സ് എന്നൊരു ഐറ്ററേറ്റീവ് പ്രോസസ്സ് കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് വളരെ പ്രചാരത്തിലുള്ള കുറേ ടെക്നിക്കുകളാണ് ഐറ്ററേറ്റീവ് മോഡൽസിനകത്ത് വരുന്നത്.